ഇന്ന് കുക്കറിലല്ല കപ്പ വേവിക്കാൻ വെച്ചേക്കണേ. കപ്പ ചെരുവത്തിൽ തുറന്ന് വേവിക്കുക കേട്ടോ. അടപ്പുണ്ടായിരുന്നു, തിളച്ചു വന്നപ്പോൾ ഞാൻ ഇന്ന് തുറന്ന ചുമ്മാ വെള്ളം ഒഴിച്ച് ഉപ്പിട്ടേച്ച് ഒരു തരി മഞ്ഞപ്പൊടി ചേർത്തോന്ന് ചോദിച്ചാൽ ചേർത്ത്. മഞ്ഞളിൻ്റെ അത്ര താല്പര്യമില്ല. അപ്പം തേങ്ങ അരപ്പ് ചേർക്കാത്തതുകൊണ്ട് ഒരു പൊടിക്ക് മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും വെളുത്തിരിക്കൂലേ, അത് കാരണം. അപ്പം ഇത് വെന്തിട്ട് ഒരു പ്രത്യേക രീതിയിലാണ് ചെയ്യണത്. അത് നേരത്തെ ചെയ്തിട്ടുള്ള ഇന്നങ്ങനെ ഒരു വെറൈറ്റി ചെയ്യാൻ ഓർത്ത് ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ചൂട് കൊണ്ടേ ഫാനൊക്കെ ഇട്ടേക്കുവാണ്, തീയൊക്കെ പറക്കണ്ട് കിടന്നുകൊണ്ടല്ലേ. അതെ, അയ്യോ നല്ല ചൂടാ അല്ലേ. നല്ല ചൂടാ. ഈ തേങ്ങ വറുത്ത് ഇതിൽ ചേർക്കാനുള്ളതാട്ടോ, അതുകൊണ്ടാ ഫ്രഷ് ആയിട്ട് വറുത്തെടുക്കുവാണേ. ആദ്യം മഞ്ഞൾ ഇട്ടില്ലായിരുന്നു, മറന്നുപോയി. മറിക്കാൻ വെന്ത് പോകുമ്പോ മറിച്ചേച്ച് പറയാം. ബാ കഞ്ഞോള പാത്രത്തിൽ മറിക്കാം. ഇവിടെ തുളയം പാത്രം അങ്ങ് വെച്ച അടിയിട്ടതേ വെള്ളം അങ്ങ് ഊറ്റിയെടുക്കണം. നോക്കിക്കോ, ഒന്നും നോക്കാനില്ലത്, ഇത്രേ ഉള്ളൂ. എന്നിട്ട് എന്നെങ്ങനെയെന്ന് അറിയാമോ, ഇപ്പൊ തന്നെ നമുക്കിത് ഇങ്ങനെ ഇങ്ങനെ എടുക്കാം ഇതിനകത്തേക്ക്. അപ്പൊ കുഴപ്പമില്ലതേ, അതിൽ വെള്ളം വീണോളൂ. എന്നിട്ട് അങ്ങ് കൊണ്ടുപോകാൻ വേണ്ടി കേട്ടോ അങ്ങനെ എടുത്തതാ. ദേ കട്ടുപോവും. ഇതിന് വെള്ളം ഊറ്റിയെടുക്കേണ്ടത്, അരപ്പല്ലല്ലോ ചേർക്കണേ, അതുകൊണ്ടാണ്. ഇനി നമുക്ക് അവിടെ കൊണ്ട് വെച്ചേച്ച് മറ്റേ തേങ്ങ അങ്ങ് വറുത്ത് ഞാൻ എടുത്തോളാം. അവിടെ കൊണ്ട് വയ്ക്കട്ടെ, ബാ പോരെ. നിന്റെ ഉണ്ടാക്കിയോ, ഞാൻ തേങ്ങ വറക്കട്ടെ. ഞാനവിടെ കോൾഡ് കോഫി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ചൂട് കൊണ്ടല്ലേ. ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു, 2 തരം ഉള്ളി ഇട്ടു കേട്ടോ. ഇതൊരു പ്രത്യേക രീതിയിലുള്ള ഇതായതുകൊണ്ട് ഞാൻ എടുത്ത് പറയണതാട്ടോ. ഇനി ഇത് മൂത്ത് കഴിയുമ്പോൾ കാണിച്ചു തരാം എന്നാ ചെയ്യണേന്നാ. നമ്മുടെ ഈ കടായി ഇഷ്ടമുള്ളവർ കൈ പൊക്കണേ. ഇത് എത്ര സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു? 24 ആണോ? 24 ആണോ 26 ആണോ? മറന്നുപോയി. 26 ആണെന്ന് തോന്നുന്നു. ഡൗട്ടായിരുന്നു, പിന്നെ നോക്കിയേച്ച് ക്ലിയർ ചെയ്ത് പറയാം. ഇനിയിപ്പോൾ അടിയിൽ നോക്കാൻ പറ്റില്ല. 24. നമ്മൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചത് ട്രൈപ്ലൈ സ്റ്റീൽ കടായാണ് കേട്ടോ. വിത്ത് ഇൻഡക്ഷൻ 3 കോട്ടിംഗ് ഉണ്ട്. ബോട്ടം പാർട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്, ഇൻഡക്ഷൻ സേഫ് ആണ്, ഹെവി ബോട്ടാണ്. പിന്നെ മിഡിൽ ലെയർ വരുന്നത് അലൂമിനിയം കോറാണ്, പക്ഷെ അതിന് ഫുഡായിട്ട് കോണ്ടാക്ട് ഇല്ല. ഏറ്റവും ടോപ്പ് പോർഷൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്, അതും ഫുഡ് സേഫ്. പ്രൊമോഷൻ അല്ല, നല്ല ഒന്നാന്തര സാധനം കേട്ടോ. ഇങ്ങനെ ചളക്കം പറ്റൂല, അടി പിടിക്കൂല, ആവശ്യത്തിന് തിക്നെസ്. പിന്നെ ഹാൻഡിലേല് ചൂടുണ്ടോ എന്ന് പലരും ചോദിച്ചായിരുന്നു. ഇതിന്റെ ഹാൻഡിലേല് ചൂടുണ്ട്. ഹാർഡ് അനോഡൈസ്ഡ് കടായിക്ക് ഹാൻഡിലേല് ചൂട് വരില്ല, ഇതിന് ചൂട് വരും. അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം. നമ്മൾ മേടിച്ച ആമസോണിലാണ്. ആമസോൺ ടാഗ് ചെയ്യാൻ പറ്റില്ല ഇവിടെ, അതുകൊണ്ട് ഫ്ലിപ്കാർട്ടിൽ എവിടെയെങ്കിലും അവൈലബിൾ ആണെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം. വറ്റൽമുളക് ഒരു 2-3 എണ്ണം കീറി അങ്ങ് ഇട്ടു. ഇതേ ഒന്നും ചെയ്യൂല, വേറെ മുളകൊന്നും ചേർക്കൂല. അതെ കാണിച്ചു തരാം. ഇത് പ്രത്യേക രീതിയിലുള്ള പരിപാടിക്ക് കയ്യും മുട്ടൂല. വറുത്തിട്ട കപ്പ വറുത്തിട്ടില്ല, ഇടാറാവണേ ഉള്ളൂ. ആ രീതിയിൽ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക. അതെ, ഇന്ന് വറുത്തിട്ട കപ്പയും കോൾഡ് കോഫിയുമാണ് ഞാനിവിടെ കുടിക്കാൻ പോണത്. അമ്മ ഹോട്ടായിരിക്കും. ഞങ്ങൾ ചായ കുടിച്ചു ഓൾറെഡി. ഇച്ചിരി ഉപ്പ് നീര് തളിക്കട്ടെ കേട്ടോ. എന്നാന്ന് ഇച്ചിരി കുറവുണ്ട്, ഉപ്പ് ഇച്ചിരി കുറവുണ്ട്, അതിന് നീര് തളിക്കാഞ്ഞ്. എന്നിട്ട് വറുത്തിടാം. വറുത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടല്ലോ ഓൾറെഡി വറുത്തത്. ഏതാണ്ടായി കാണും. തേങ്ങ വറുത്ത് വെച്ചേക്കണത് ഇതിടുമ്പോഴാണ് വറുത്തിട്ട കപ്പയാണെന്നാണ് അമ്മ പറയണത്. അതെ, തേങ്ങ മാത്രമുള്ളോ ഇതില്? തേങ്ങയും വേപ്പിലയും മാത്രം, വേറെ ഒന്നുമില്ല. ഞങ്ങളുടെ നെയ്ബേഴ്സൊക്കെ പണ്ടതോ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാ. അവരെപ്പോഴും പറയും തേങ്ങ വറുത്തിട്ട കപ്പയെന്ന്. ഓർക്കണുണ്ടോ പറയണത്? ഇനി ഞാനൊന്ന് മിക്സിങ് നടത്താം കേട്ടോ. ഇനി ഞാനിത് മിക്സ് ആവാൻ വേണ്ടി ഇളക്കും. ഈ രീതിയിൽ കാണാൻ പറ്റൂല കേട്ടോ, കാരണം വറുത്തിട്ട തേങ്ങ ഇതിലേക്ക് മിക്സ് ആവണമല്ലോ. അല്ലാതെ ഷോയ്ക്ക് കാണിച്ചിട്ട് കാര്യമില്ല, കഴിക്കാനായിട്ട് മിക്സായി ടേസ്റ്റ് കിട്ടണ്ടേ. മിക്സ് ആയി കഴിഞ്ഞിട്ടേ ഒരു 2-3 മിനിറ്റ് അടപ്പ് കൊണ്ട് മൂടി വെക്കണം. എന്നിട്ട് വേണം കഴിക്കാനെടുക്കാൻ. ഇളക്കുക കേട്ടോ. അതെ, എൻ്റെ മെതേഡ് ആട്ടോ അതാ. എല്ലാ തേങ്ങ അടിയിലും മുകളിലും എല്ലാം ചേരണം, ടേസ്റ്റ്. അപ്പം എടുക്കുവാണേ. നമ്മുടെ നീല പ്ലേറ്റ്, ഡീപ് പ്ലേറ്റ് എന്നാണ് ചെറിയ കുഴിയുള്ളതിന് പറയണേ.
എനിക്ക് വലിയ ഇഷ്ടാട്ടോ ഇത്. മറ്റേത് ഓർഡർ ചെയ്യാൻ പറഞ്ഞു, ഞാൻ പിന്നെ അത് വിട്ടു. അത് ഓർഡർ ചെയ്തോട്ടോ. ഓർഡർ ഇപ്പൊ സെയിലുണ്ട് ഇപ്പൊ അതിനകത്ത്. അത് ചെയ്തോ. രണ്ടെണ്ണം വേണം. രണ്ടെണ്ണമായിട്ടല്ലേ കിട്ടുള്ളൂ. അതെ അതെ അതെ. അതാ ക്രീമിൽ ഇതുള്ള ഇത് പലതും എടുത്തു വെക്കാൻ എനിക്ക് വേണം. അതാ വൈറ്റാ, അത് ക്രീം അല്ലാതെ ഫുൾ വൈറ്റ് ആണോ? എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. വൈറ്റില് ബ്ലൂ പ്രിന്റ് ഉള്ള. ബ്ലൂ അല്ല, ബ്ലൂ ആയിരുന്നോ? ബ്ലൂ എന്നെ ഒന്ന് കാണിച്ചേക്കണം ഓർഡർ ഇടുന്നതിന് മുമ്പ്. അതാ അമ്മ ഓക്കെ പറഞ്ഞതാ. എന്നാ പിന്നെ കാണിക്കണ്ട. എനിക്ക് ഈ സന്ധ്യ ആകുമ്പോഴത്തേക്കും ചൂട് വരുന്നുണ്ട്. ഒന്നും പറയണോന്നും മനസ്സിലാവണില്ല. ഇത് അപ്പയ്ക്ക് എടുക്കാം, നമുക്ക് സ്റ്റീൽ പ്ലേറ്റിൽ എടുക്കാം. കാണിച്ച് നല്ല രസമായി ബ്ലൂവിൽ ഇത് വന്നപ്പോട്ടാ. അങ്ങനെ വൈകിട്ട് അപ്പയും കഴിച്ചു, അമ്മയും കഴിച്ചു. ഞാൻ കഴിച്ചത് കോൾഡ് കോഫിയുടെ ഒപ്പമാണ്, മൈ ഫേവറേറ്റ് ഡ്രിങ്ക്.